എല്ലാവർക്കും തിരുവോണം ദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുവോണ വീഡിയോ ആണ് കേട്ടോ. അവിടെ നമ്മൾ സാമ്പാറിന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളി വെണ്ടയ്ക്ക വഴറ്റി കഴിഞ്ഞു. ഐശ്വര്യമായിട്ട് സാമ്പാറിന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വെജിറ്റബിൾസ് നന്നായി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക നന്നായി മൂത്ത് തുടങ്ങി. ഈ വെണ്ടയ്ക്കന് അതിലോട്ട് തട്ടും. എന്നിട്ട് എല്ലാം കൂടി വെന്തതിന് ശേഷമാണ് ബാക്കി. ഇത് കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾക്കിത് എല്ലാ കറികളും അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം കുറച്ചായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ തിരുവോണ വീഡിയോ ഇവിടെ തുടങ്ങാം അല്ലേ. ഇത് നമ്മുടെ സാമ്പാർ റെഡിയായി. തേങ്ങ നമ്മൾ കുറച്ചുകൂടെ പൂവൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി കാശത്തുമ്പ കുറച്ച് എവിടേക്ക് ഒന്ന് വെട്ടാനാണ്. ഈ കാശത്തുമ്പ പറിക്കുമ്പോ എനിക്ക് പാട്ട് വരും കേട്ടോ. ഏതാ പാട്ട്? പിന്നെ കാശിത്തുമ്പ പ്രായത്തിലെ ഓ സോറി ഗൈസ്, സോറി. അയ്യ അതല്ല, എനിക്ക് ലൈന് കിട്ടില്ല ഗൈസ്. നമ്മുടെ റെഡി. ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പൂ കണ്ടില്ലേ, തെച്ചിയുണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മ, നമ്മൾ ചെന്നൈ പോയാലും അമ്മ വെക്കും. അവിടെ ഈ കാശത്തുമ്പ് ഇതെല്ലാം കളയില്ല ചാ. ഇതെല്ലാം കളഞ്ഞിട്ട് റോസ്റ്റ് ഇടുന്ന അവിടെ വെക്കാനാണ് ആ സൈഡ്. ഇനി എന്താ ചെയ്യണം മിന്നു? മേ ബി സം ഫോൺ കളിയില്ലേ? മിന്നിന്റെ മെഹന്തി കാണിച്ചു കൊടുക്ക്. ഓ യാ, ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് ബൈ മൈസെൽഫ്. നോക്കട്ടെ ഇവിടെ. ദിസ് ലുക്സ് അഗ്ലി. മിന്നു തന്നെ ഇട്ടതാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആക്കാൻ പോണ്ട കുറച്ചിറങ്ങിയിട്ട്. അതെ, അമ്മയ്ക്ക് ഒന്നുമില്ല, നെയിൽ പോളിഷ് പോലും അടിച്ചിട്ടില്ല. പാവം ഞാൻ. ഇവിടെ നിന്റെ മെഹന്തി, അഗ്ലി മെഹന്തി ഗൈസ്. ഇത് അമ്മ ഇട്ടതാണ് കേട്ടോ. ഇറ്റ്സ് സോ ബാഡ് ഗൈസ്. പോ, ഞാൻ നന്നായിട്ടാണ്, എനിക്ക് വയ്യാത്തോണ്ട്. ഇത് നോക്ക്, എന്താ ഫ്ലവർ ആണ് പറഞ്ഞിട്ട് കൂട്ടി വെച്ചിരിക്കും ഗൈസ്. നോക്കട്ടെ. നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വേഗം മാറ്റി വന്നു കേട്ടോ. സാരമില്ലാത്തോണ്ട്. കൂട്ടുകറി, ചേന കുമ്പളങ്ങ കൂട്ടുകറി കേട്ടത്. നമ്മൾ പാലക്കാട് സ്റ്റൈൽ ഇങ്ങനെയാണ്, പല ഭാഗത്തും പല സ്റ്റൈലായിരിക്കും കൂട്ടുകറി. നമ്മുടെ ഒരു ടേസ്റ്റ്. ചെറുപയർ പായസത്തിനുള്ള പരിപ്പ് വറുക്കുകയാണ്. ഗൈസ് ഭയങ്കര ബിസി ഡേ ആണല്ലോ ഇന്ന്. ആൻഡ് അച്ഛൻ ഇവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഗൈസ് ഇന്ന് ഞാൻ വിൽക്കില്ല, ഞാൻ സൺഡേ വിൽക്കില്ല. ഈ ഓണത്തിന് നമ്മളൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തൊരു സാധനമാണ് ആപ്പിൾ പച്ചടി. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചതൊരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സാധാ പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് ആപ്പിൾ ഒന്ന് വേവിക്കുക, തേങ്ങ അരപ്പ് ചേർക്കുക, തൈര് ഒഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആപ്പിളൊക്കെ ദേ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരാപ്പിൾ, വളരെ കുഞ്ഞു ആപ്പിൾ എടുക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നുണ്ട്, ആപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്, വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് 3 പച്ചടിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ അരപ്പാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് 3ന് നമുക്ക് ഈസി ആയിട്ട് ചേർക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് കറി ആവുകയും ചെയ്യും. നമുക്ക് 3 ഐറ്റം കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അമ്മ
അമ്മ ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് പച്ചടിയും കൂടെ വേണ്ടേന്ന് പറയുമായിരുന്നു അല്ലേ. നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഉപ്പേരിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരു പച്ചടി വേണ്ട. അപ്പം തന്നെ 3 പച്ചടി തയ്യാറാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. വേഗം പോയിട്ട് പച്ചടി ഉണ്ടാക്കട്ടെ. കുട്ടി കുട്ടി ഹേയ് എവിടെ വളരെ കുഞ്ഞു പീസ് എടുക്കണം കേട്ടോ. ഇത്ര വേണ്ട. കാരണം നമ്മളെല്ലാം പച്ചടി എല്ലാം ഓരോ ബൗളിൽ ഇന്ന് ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നാളെ എല്ലാം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഫുള്ള് ഫ്രിഡ്ജിൽ വയ്ക്കും, മറ്റന്നാളും ഫ്രിഡ്ജിൽ വയ്ക്കും, പിന്നെ എടുത്ത് കളയും. അപ്പം എല്ലാം കുറച്ച് ഉണ്ടാക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ നമ്മുടെ 3 പച്ചടിയും റെഡി ആയിട്ട് എത്തുന്നു. വെണ്ടയ്ക്ക പച്ചടിയിലേക്ക് ആദ്യം കടുക് വറുത്ത് വെളിച്ചെണ്ണ. ഇത് വന്നിട്ട് ആപ്പിൾ. അടുത്തത് വെള്ളിരിക്ക. കുറച്ചുകൂടി ഇടാനേ. എല്ലാം റെഡി ആയിട്ടോ. കുറച്ചുകൂടി എണ്ണ ഒഴിക്കണമല്ലോ അതിൽ. സുരേട്ടൻ്റെ ലുക്ക് കണ്ടോ? കല്യാണ ചെറുക്കനമായി ഉണ്ടല്ലോ. താങ്കൾ കല്യാണ ചെറുക്കനാണോ? കണ്ണുകൾ പൊത്തി വൈപ്പേ അടുത്തത് നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങലാണ്. അപ്പോൾ അതിലോട്ട് നമ്മളത് വെല്ലം ചേർക്കണം കേട്ടോ. ഈ കവറിൽ വെച്ചിട്ട് വെല്ലം അങ്ങനെ കുത്തി ഉടച്ച് വരണേ. അതാണ് കവറോടെ എടുത്തത്. വെല്ലം പോരാ, കുറച്ചുകൂടെ വന്നു. ഇതിൽ കിടന്ന് അങ്ങനെ വെന്ത് വെല്ലപ്പാവ് വരണല്ലേ ചേട്ടാ. മത്തന എരിശ്ശേരി. ഇത് അപ്പോഴത്തേക്ക് അമ്മ ചെറുപയർ പായസം ശരിയാക്കണേ. മന്തൊക്കെ വെച്ച് തന്നെ ഉടയ്ക്കുന്നുണ്ട്. പോരാ. ഇനി അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോഴത്തേക്കും വെല്ലം പഴമാവും. ഞാൻ കുളിച്ചിട്ടില്ല, സമയം ഒരുപാട് ലേറ്റായി. ഇനിയും കുളിച്ചിട്ടില്ല. സമയം 10:30 10:30 ഞാൻ കുളിക്കാൻ പോകണേ ഉള്ളൂ. പോയി കുളിച്ചിട്ട് പിന്നെ കുളിച്ചാൽ പിന്നെ അങ്ങനെ സെറ്റും കൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കിച്ചണിൽ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുളിക്കാതെ നിൽക്കുന്നത്. വാട്ട് ഇസ് ദിസ്? ഹായ്, ഞാൻ അമ്മയ്ക്ക് വള സെറ്റാക്കി വെച്ചാണ് ഗൈസ്. തുണി കഴിഞ്ഞ് വന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് സെറ്റ് കൊണ്ട് കൊടുത്തു. ഫേസ് മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മറ്റേ കൂലി വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് വളയിടുന്നു. എനിക്കേതാ വള ആദ്യം? ഇതാണോ? ഇത് മാച്ച് ഉണ്ടോ? ഞാൻ ഇതില് വള ഏതെങ്കിലും ഇടാന്ന് വിചാരിച്ചു. മുടി ഇതില് വള ഇടാന്ന് വിചാരിച്ചു. ഇതാണോ? അയ്യോ, അതാ എടി, അത് വലുത് ചേർന്നോ? ഇടയിൽ കയറുന്നുണ്ടല്ലോ. Nice. Hi guys, like my earring matches this dress so nicely. തിരുവോണ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് വൈകിട്ട്. അന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് ഇതേ ഇപ്പം ഇടുന്നത്. അപ്പം നമ്മൾ ആ ദിവസം അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ച് വ്ളോഗും ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് അന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ പൂടൂർ പാലമാണ് കേട്ടോ. ഒന്ന് വെയിലുണ്ടല്ലോ. വാ, അച്ഛനത് ആദ്യം ഒരു കള്ള് ഷോപ്പ് കാണുന്നുണ്ട് ഗൈസ്. കള്ള് ഷോപ്പ്. വല്ലാത്ത വെയിൽ കാരണം നമുക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ചെന്തോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമ്മൾ തിരിച്ചു പോവുകയാണ്. ചെറുപഴം വാങ്ങിക്കാൻ പോണു ഗൈസ്. കണ്ണാടി മുന്നിன்று பார்த்து கொண்டே ஒன்றாக செய்திட. വാട്ട്സ് ദാറ്റ്? മിഠായി ചെറുതിൽ കുറേ കഴിച്ചതാണ്. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര മധുരം.
നമ്മൾ റെഡിയായി കഴിഞ്ഞാലും പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. പൂക്കളം നമ്മൾ ഉത്രാടത്തിന് ഇട്ടാൽ പിന്നെ ഇടില്ല കേട്ടോ. പിന്നെ ഒരു 3 ദിവസം അങ്ങനെ വയ്ക്കും, വിളക്ക് മാത്രം വയ്ക്കും. പൂ ഇന്ന് മാറ്റില്ല, ഇന്നലെ വെച്ചാൽ ഇന്നൊന്നും ചെയ്യില്ല. അങ്ങനെയാണ് ഇവിടെ. പല സ്ഥലങ്ങളിലും പല രീതി ആയിരിക്കും അല്ലേ. ഏട്ടൻ്റെ വീട്ടിലും ഇതേ രീതി തന്നെയാണ് കേട്ടോ. ഉത്രാടത്തിന് ഇട്ടാൽ പിന്നെ അല്ലേ 3 days എടുക്കില്ലല്ലോ. അറിയില്ല, ചിലപ്പോൾ പൂ മാറ്റൽ ചടങ്ങെന്ന് വേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ഒരാഴ്ചയാവും, 2 ആഴ്ചയാവും, 1 മാസം ഓണം വീണ്ടും കൂടും. ഇവരുടെ ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ 3 ദിവസം ആ ഒരു കണക്കാണ്. 1 മാസമല്ല, അത് പിന്നെ മാറ്റിയിട്ട് പിന്നെ വേറെ ഇടുന്ന കാര്യമാണ് പറയുന്നത്. വേറെ ഇടും. ചില വീടുകളൊക്കെ ചിലപ്പോൾ ഒരു ഓണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും 1 മാസം വരെ പൂടും. എന്നിട്ട് പൂ മാറ്റൽ ചടങ്ങ് എന്നിട്ട് ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പൂടില്ല. പൂ പക്ഷെ വാടിയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല മഴയും തണുപ്പും ആയതുകൊണ്ടായിരിക്കാം പൂ ഇന്ന് ഇട്ടതുപോലെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. കാറ്റുള്ളത് കാരണം ചെറിയൊരു അങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല കാറ്റാണ്. ഇതാണ് കേട്ടോ എൻ്റെ സെറ്റ് മുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. തിരുവോണ സെറ്റ് മുണ്ട്. ഈ സെറ്റ് മുണ്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് തന്നെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നു കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെ നിന്നായിരുന്നു. സുന്ദരേച്ചി ഒട്ടും സമയം ഇല്ലായിരുന്നു എന്ന് പറയാം. കാരണം കിച്ചണിൽ കുറേ തിരക്ക്. നമ്മൾക്ക് വിഭവങ്ങൾ കൂടുതലാണല്ലോ, അപ്പം നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഞാൻ കമ്മലൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ. സാരിക്ക് മാച്ച് സെറ്റ് മുണ്ടിന് സമയമില്ല, പെട്ടെന്ന് റെഡിയായി. അങ്ങനെ വേഗം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ കുറച്ച് വേഗമായി. എന്നിട്ട് അമ്മയുടെ കുറച്ചുകൂടെ പണിയുണ്ട്. അമ്മയുടെ പപ്പടം കാച്ചിനേ ഉള്ളൂ. ഇലയൊക്കെ അച്ഛൻ മുറിച്ചു. ഇനി നമ്മൾക്ക് സദ്യകൾ കാണാം കേട്ടോ. വരും നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പപ്പടം, ശർക്കര വരട്ടി, ചിപ്സ്, പച്ചടികൾ കഴിഞ്ഞിട്ടില്ല, മത്തൻ എരിശ്ശേരി. നമ്മുടെ ഇലയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടയ്ക്കണം അമ്മ. കുറച്ചല്ലേ ഓക്കെ. അപ്പം നമ്മൾ ഒരു ഇലയിൽ നല്ല ഭംഗിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഇല എടുക്കണേ. ഇതെടുത്താലോ, ഈ അടിയത്തെ ഇതെടുക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. അത് മാറ്റി പിന്നെ അങ്ങനെ വെക്കാൻ പാടില്ല. പുളിയിഞ്ചി, മാങ്ങ, ബീറ്റ്റൂട്ട് ഉപ്പേരി, പഴം പുഴുങ്ങിയത്, പപ്പടം, പഴം പുഴുങ്ങിയത്. മറ്റേ പഴം എടുത്തിട്ട് വന്നു. ചെറിയ പഴം സെറ്റ്. പായസങ്ങളല്ലേ, സേമിയ പായസം, ചെറിയൊരു പായസം. ഇത് നമ്മുടെ ഈ സേമിയ പായസത്തെ ഇപ്പം തിക്കായി. നേരത്തെ അമ്മ യൂസായി എന്ന് പറഞ്ഞായിരുന്നേ, നേരത്തെ തിക്കായി വന്നിട്ടുണ്ട്. ഇത് ചെറുപയർ പായസം ഉണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചെറുപയർ പായസമാണേ. ഇത്രയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ തിരുവോണ വിഭവങ്ങൾ അല്ലേ അമ്മ? അമ്മ മുല്ലപ്പൂ ഒഴിച്ചിട്ടില്ല അല്ല ഇല്ലേ? അപ്പൊ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ.
നമ്മളിവിടെ സദ്യ കഴിക്കാം കേട്ടോ. ഹാപ്പി ഓണം. ഇതൊക്കെ ഒരു സൈഡിലേക്ക് അടിപൊളി. അടുത്തത് പഴം, പപ്പടം, പിന്നെ നമ്മൾക്ക് നേന്ത്രപ്പഴം ഇപ്പം പറ്റില്ല. നേന്ത്രപ്പഴം ലാസ്റ്റ് കഴിയാനാകുമ്പോഴാണ്. കുറച്ച് ചെറുപയർ പായസം. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് നിൽക്കട്ടെ. 1 മിനിറ്റ് നോക്കട്ടെ. സൂപ്പർ. അമ്മയ്ക്ക് പായസം വേണ്ടേ? അച്ഛനൊക്കെ ചെറുപയർ പായസമാണ് ഇഷ്ടം. റൈറ്റ് കുർസ. നിന്നു കണ്ടാ കറികളെല്ലാം വേസ്റ്റ് ആക്കിയിരിക്കുന്നത്. 5 ആൾക്ക് കഴിക്കാനുള്ള കറികളുണ്ട്. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല മഴ. അപ്പം ഞങ്ങൾ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഏട്ടനെ തള്ളിയിടാൻ നോക്കി, പക്ഷെ ആൾ വീണില്ല. നല്ല വെയിലും മഴയും. നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കൂട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വെറുതെ പുറത്തിറങ്ങി. അപ്പോഴാണ് നമ്മളിവിടെ നമ്മുടെ KFC കണ്ടത് കേട്ടോ. എവിടെ KFC കാണാനില്ല? അതെ പാലക്കാട് KFC. അതല്ല എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ ഈ പായസം സദ്യയൊക്കെ കഴിച്ച് മയങ്ങിയിട്ട് ആരെങ്കിലും KFC കഴിക്കുമോ മിസ്റ്റർ? കഴിക്കുമോ? ടൗണിലേക്ക് വന്നല്ലോ കുട്ടിയെ, അപ്പം ഞാൻ കഴിച്ചിട്ട് പോകും. മിന്നു കഴിക്കുമോ? പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ഇപ്പം തന്നെ ഗ്യാസിൻ്റെ ഒക്കെ, എനിക്ക് എപ്പോഴും ഹെവി ഫുഡ് കഴിച്ചാൽ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ വന്നാൽ അപ്പോൾ തലവേദന വരുന്ന ആളാണ് ഞാൻ അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ മഴ കൊണ്ട് കാറിൽ തന്നെ ഇരുന്നല്ലോ കുറച്ച് നേരം. വണ്ടി എടുക്കണം, മഴയോ മഴ, നല്ല മഴയുണ്ട്. അതെ, എന്തത്? ഞാനും പോട്ടെ അവരുടെ കൂടെ ഫോട്ടോഷൂട്ട്. അതെ, കൊട എടുത്തോ. നിങ്ങളിങ്ങനെ മഴയ്ക്ക് കൊട പിടിച്ച് പോവാണ് ഗൈസ്. കണ്ടോ മഴ? KFCയിൽ വന്നപ്പോൾ കണ്ടോ ഒരു കണ്ടോ ഓണപ്പൂക്കൾ KFC എഴുതിയിരിക്കണ ഗൈസ്. ഇറ്റ്സ് സോ എസ്തറ്റിക് അല്ലേ? ഹായ് മിനു. മഴ കണ്ട് KFC കഴിച്ച് ആസ്വദിക്കണം. ഹൗസ് ഇറ്റ്. നമ്മുടെ ചെന്നൈ അത്ര പോരല്ലേ? അല്ല അത് കഴിക്കില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തിരുവോണ വിശേഷങ്ങൾ. ഉത്രാടം തിരുവോണമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. കാരണം കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളും തന്നെയായിരുന്നല്ലോ അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഞങ്ങളുടെ അഗ്രഹാരം. കാരണം ഈ വഴിയാണല്ലോ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അഗ്രഹാരം വീണ്ടും വീണ്ടും കാണിക്കുന്നത്. സൂര്യൻ, അസ്തമയ സൂര്യനാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും പൂവൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും.